ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ED അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് CPT കോഡ്സ് എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. ഇപ്പം നമുക്ക് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള CPT കോഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അത് ചെയ്യേണ്ടതായ CPT ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ED സർവീസസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 99281 മുതൽ 99285 വരെയാണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് സർവീസസിന് വേണ്ടിയുള്ള കോഡ്സ് എന്ന് പറയുന്നത്, CPT കോഡ്സ്. ഓക്കെ, ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എങ്ങനെയാണ് നമ്മുടെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ഗൈഡ് ലൈൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹോസ്പിറ്റൽ ബേസ്ഡ് ഫെസിലിറ്റി. Like emergency department, it's a hospital based facility for provision of unscheduled services to the patients who requires immediate medical attention. അപ്പോൾ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് മെഡിക്കൽ അറ്റൻഷൻ വേണ്ട സിറ്റുവേഷൻസിൽ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പേഷ്യൻസിന് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ വിസിറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ്സാണ് 99281 മുതൽ 285 വരെ. ഓക്കെ, ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കോഡ്സ് എവിടെയൊക്കെ അസൈൻ ചെയ്യണം, എവിടെ അസൈൻ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, വി ഷുഡ് നോട്ട് അസൈൻ ED കോഡ്സ് ഇഫ് ദ പ്ലേസ് ഓഫ് സർവീസ് ഇസ് എൻ ഓഫീസ് ഓർ ഔട്ട് പേഷ്യൻറ്റ് സെറ്റിംഗ് ഓർ എനി അതർ പ്ലേസ് ഓഫ് സർവീസ്. നമ്മളെപ്പോഴും നോക്കണം, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പേഷ്യൻറ്റിനെ കാണുന്നതിനാണ് ED കോഡ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വന്നു, ഡോക്ടറിൻ്റെ ഓഫീസിലാണ് കൺസൾട്ടേഷൻ നടന്നിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഔട്ട് പേഷ്യൻറ്റ് സെറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ED കോഡ് അസൈൻ ചെയ്ത് കൊടുക്കത്തില്ല. അതുപോലെ തന്നെ ഇഫ് ദ ഫിസിഷ്യൻ ആസ്ക്സ് ദ പേഷ്യൻസ് ടു മീറ്റ് ഹിം ഇൻസ്റ്റെഡ് ഓഫ് ഹിസ് ഓഫീസ്, ദെൻ വി ഷുഡ് അസൈൻ ഓഫീസ് ഓർ ഔട്ട് പേഷ്യൻറ്റ് കൺസൾട്ടേഷൻ വിസിറ്റ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഇവാലുവേഷൻ മാനേജ്മെൻറ്റ് കോഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ഔട്ട് പേഷ്യൻറ്റ് ഇവാലുവേഷൻ മാനേജ്മെൻറ്റ് കോഡാണ് യൂസ് ചെയ്യേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് ED കോഡ്സ്. ഇതെന്ന് പറയുമ്പോഴത്തേനും മെമ്പറിന് ഒരു എമർജൻസി മെഡിക്കൽ അറ്റൻഷൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് മീറ്റിംഗ് ദ ഫിസിഷ്യൻ ഇൻ ദ ഓഫീസ്, ഹി ഹാസ് ആസ്ക്ഡ് ദം ടു കം ആൻഡ് മീറ്റ് ദം ഇൻ ദി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേനും നമുക്ക് അങ്ങനെ അവരൊരു ട്രിക്കിയായിട്ട് ചോദിക്കും. മെമ്പർ ചിലപ്പം നേരത്തെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തായിരുന്നു, ഡോക്ടറിനെ വന്ന് മീറ്റ് ചെയ്യണം, ഫീവറായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അബ്ഡോമിനൽ പെയിൻ ആയിരുന്നു. സോ മെമ്പർ ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേനും ദ ഡോക്ടർ വാസ് ഇൻ ദി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. സോ ദേ ഹാവ് ആസ്ക്ഡ് ദ മെമ്പർ ടു ഗോ ടു ദി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് കൺസൾട്ട് ദ ഡോക്ടർ. അപ്പോൾ അവർ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ആൻഡ് ദ കൺസൾട്ടേഷൻ ഇസ് ഡൺ ഇൻ ദി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ എമർജൻസി സിറ്റുവേഷൻ. അത് മെമ്പർ നല്ലതായിട്ട് വന്നു, മെമ്പറിന് കൺസൾട്ട് ചെയ്യണമെന്ന്, പക്ഷേ സിൻസ് ഡോക്ടർ വാസ് നോട്ട് ദെയർ ഇൻ ഹിസ് ഓഫീസ്, മെമ്പർ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ഈ സെയിം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഓഫീസ് ED കൊടുത്ത് CPT കൊടുത്ത് അസൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇൻസ്റ്റെഡ് ഓഫ് ED കോഡ്സ്. Okay, services provided to the patient in the emergency department may not be an emergency condition, even though we can assign the emergency department codes if the described services are provided. Usually a lower level ED code would be built for a non-emergency condition. ഓക്കെ, അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ, ഇപ്പം നമുക്കറിയാം ഏതാണ് എമർജൻസി കണ്ടീഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഏതാണ് ഒരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ അല്ലാതെ തന്നെ ജനറലി ഒരു പെട്ടെന്നൊരു വയ്യാഴിക വന്നു, നമ്മൾ പെട്ടെന്ന് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൺസൾട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഒരു വോമിറ്റിംഗ് വന്നു, അല്ലെങ്കിൽ ഒരു ഡിസിനസ് വന്നു, മെമ്പറിനെ പെട്ടെന്ന് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്നു. പക്ഷേ കൺസൾട്ട് ചെയ്തു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, മെമ്പറിന് മെഡിസിൻസ് കൊടുത്തു, ഹി വാസ് ഡിസ്ചാർജ്. ഓക്കെ, അപ്പോൾ നമുക്ക് തോന്നും ഇത് എമർജൻസി ഇടണോ അതോ നോൺ എമർജൻസി കോഡ്സ് അസൈൻ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ സ്റ്റിൽ ദ മെമ്പർ ഹാസ് ബീൻ ബ്രോട്ട് ടു ദി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ എ കൺസൾട്ടേഷൻ. അത് അത്രയും എമർജൻസി അല്ലെങ്കിൽ പോലും നമ്മളൊരു എമർജൻസി ആയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അതിനെ ഒരു എമർജൻസി സിറ്റുവേഷൻ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നത് അവർ അതിനെ ഒരു എമർജൻസി ഒരു മെഡിക്കൽ അറ്റൻഷൻ റിക്വയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കോഡ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
അതുപോലെ തന്നെ നമ്മളൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വിസിറ്റ് ഇന്ന് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെയിം ഡേ നമ്മൾ നഴ്സിംഗ് ഫെസിലിറ്റിയുടെ കോഡ് പേ ചെയ്യത്തില്ല. ബിക്കോസ് അന്ന് എമർജൻസി സർവീസസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മെമ്പറിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അഡ്മിഷനൊക്കെ ഉണ്ടെന്നെങ്കിൽ അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നുള്ള കെയറിനോ അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് കഴിഞ്ഞിട്ടുള്ള ഫോളോ അപ്സിനൊക്കെ നമുക്ക് നഴ്സിംഗ് ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മെമ്പറിനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് അവർക്ക് ഒരു ഇൻറ്റൻസീവായിട്ടുള്ളൊരു കെയർ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ അന്ന് നഴ്സിംഗ് ഫെസിലിറ്റിയുടെ അഡീഷണൽ ആയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടാൻ പറ്റത്തില്ല. സോ നഴ്സിംഗ് ഫെസിലിറ്റിയുടെ ആ സെയിം ഡേ നമ്മൾ പേയബിൾ അല്ലായിരിക്കും. അതുപോലെ തന്നെ ഇഫ് എ ഫിസിഷ്യൻ അഡ്വൈസസ് ഹിസ് ഓർ ഹെർ ഓൺ പേഷ്യൻറ്റ് to go to an emergency department of a hospital for care and physician subsequently is asked by the ED physician to come to the hospital to evaluate the patient and to advise the ED physician as to where the patient should be admitted to the hospital or to be sent home. The physician's bill should be as follows. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇപ്പോൾ ഒരു ഫിസിഷ്യനെ നമ്മൾ കാണുവാണ്, അവിടുന്ന് ആ ഫിസിഷ്യൻ തന്നെ നമ്മളോട് പറയുവാണ് യു ഹാവ് ടു ഗോ ടു ദി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. ആ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അവിടെയുള്ള ഫിസിഷ്യൻ നിങ്ങളെ ചെക്ക് ചെയ്തതിന് ശേഷം ഹി വിൽ അഡ്വൈസ് വെദർ യു ഷുഡ് ബി അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ ഓർ ടു ബി സെൻറ്റ് ഹോം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ബില്ല് ചെയ്യുന്നതെന്നാണ് ഈ ഡൗൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ പേഷ്യൻറ്റ് ഇസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ ബൈ ദ പേഷ്യൻറ്റ്സ് പേഴ്സണൽ ഫിസിഷ്യൻ ദെൻ ദ പേഷ്യൻറ്റ്സ് റെഗുലർ ഫിസിഷ്യൻ should bill only the appropriate level of initial hospital care. Okay, because all the evaluation and management services provided by that physician in conjunction with that admission are considered part of the initial hospital care when performed on the same date as admission. അതേസമയം the ED physician who saw the patient in the emergency department should bill appropriate ED codes. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ദ ഇ ഡി ഫിസിഷ്യൻ റിക്വസ്റ്റ് അനദർ ഫിസിഷ്യൻ ടു സീ ദ പേഷ്യൻ്റ് ഇൻ ഇ ഡി ഓർ ഔട്ട് പേഷ്യൻറ്റ് സെറ്റിംഗ്. അപ്പോൾ നമ്മൾ ഏത് കോഡാണ് കൊടുക്കുന്നത്? ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിസിഷ്യൻ റിക്വസ്റ്റ് ചെയ്യുവാണ് വേറൊരു ഫിസിഷ്യനോട് ഈ പേഷ്യൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പം ആ സെയിം ഫിസിഷ്യൻ വന്നിട്ട് ഈ മെമ്പറിനെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കൺസൾട്ട് ചെയ്തു അവിടെ തന്നെയുള്ള കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മറ്റേ ഫിസിഷ്യനും നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കോഡ് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും രണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ENMൻ്റെ കോഡ്സ് വരത്തില്ലേന്ന്. അത് കുഴപ്പമില്ല, രണ്ട് ഡിഫറെൻറ്റ് ഫിസിഷ്യൻസ് ആയതുകൊണ്ട് നമുക്ക് അത് പേയബിളാണ്. അതുപോലെ തന്നെ ഇഫ് ദ പേഷ്യൻ്റ് ഇസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ ബൈ ദ സെക്കൻഡ് ഫിസിഷ്യൻ പെർഫോമിങ് ദ ഇവാലുവേഷൻ, അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് അഡ്മിഷൻ ചെയ്തു. ഇപ്പം നെക്സ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഗ്യാസ്ട്രിക് കേസുമായിട്ട് വന്നു, അപ്പം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഫിസിഷ്യൻ നമ്മളെ കൺസൾട്ട് ചെയ്തു, പെട്ടെന്ന് ഒരു ഗ്യാസ്ട്രോയുടെയും കൂടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇവാലുവേഷൻ ഇതിന് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ED ഫിസിഷ്യൻ ഗ്യാസ്ട്രോയെ വിളിക്കുവാണ്. അവർ വന്ന് നോർമലി ഉള്ള ഇവിടെ ഇൻറ്റൻസീവായിട്ടുള്ള കെയറും കാര്യങ്ങളും ഒക്കെ ചെയ്ത് മെമ്പറിനെ ഡിസ്ചാർജ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്ന് ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കെയർ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഫിസിഷ്യനും EDയുടെ തന്നെ കോഡ് അസൈൻ ചെയ്ത് കൊടുക്കാം. അതേസമയം സെക്കൻഡ് ഫിസിഷ്യൻ വന്നു കണ്ട ഉടനെ തന്നെ മെമ്പറിനെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇനീഷ്യൽ ഹോസ്പിറ്റൽ കെയറിൻ്റെ കോഡാണ് കൊടുക്കുന്നത്, നോട്ട് ആൻ എമർജൻസി കോഡ്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ ഡിഫറെൻറ്റ് CPT കോഡ്സ്. നമ്മുടെ EDയുടെ CPT കോഡ്സ് 99281 മുതൽ 285 വരെയാണ്. അതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് ആ കോഡിൻ്റെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ഞാൻ വായിക്കാം. നമുക്കിവിടെ അറിയാം 99281 എന്ന് പറയുന്നത് ഇനീഷ്യൽ ലെവൽ ഓഫ് കൺസൾട്ടേഷൻ ആണ് പറയുന്നത്. അത്രയും വലിയ ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ഇവാലുവേഷൻ അല്ല ഇവിടെ നടക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു പ്രോബ്ലം ഫോക്കസ്ഡ്, അതുപോലെ തന്നെ ഹിസ്റ്ററി പ്രോബ്ലം ഫോക്കസ്ഡ് എക്സാമിനേഷൻ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് മെഡിക്കൽ ഡെസിഷൻ മേക്കിംഗ്. ഓക്കെ, ഇതാണ് 99281 ആണെന്നുണ്ടെങ്കിൽ. അതേസമയം 282 ആണെന്നുണ്ടെങ്കിൽ എക്സ്പാൻഡഡ് പ്രോബ്ലം ഫോക്കസ്ഡ് ഹിസ്റ്ററി, അതുപോലെ തന്നെ എക്സ്പാൻഡഡ് പ്രോബ്ലം ഫോക്കസ്ഡ് എക്സാമിനേഷൻ, മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ലോ കോംപ്ലെക്സിറ്റിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് 99283യും 4ഉം 5ഉം നോക്കാം. 283 ആണെന്നുണ്ടെങ്കിൽ സെയിം എക്സ്പാൻഡഡ് പ്രോബ്ലം ഫോക്കസ് ഹിസ്റ്ററിയാണ്, എക്സാമിനേഷനും അത് തന്നെയാണ്, പക്ഷേ മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് മോഡറേറ്റ് കോംപ്ലെക്സിറ്റിയിലോട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 99284നും 285ൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേനും
284 ആണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി, ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ, അതുപോലെ തന്നെ മോഡറേറ്റ് കോംപ്ലക്സിറ്റിയിലുള്ള മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആണ് 99283 പോലെ തന്നെ. പക്ഷേ ഇവിടെ ഡീറ്റെയിൽഡ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് എക്സാമിനേഷനുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി 99285 ആണെന്നുണ്ടെങ്കിൽ കോംപ്രിഹെൻസീവ് ഹിസ്റ്ററി, കോംപ്രിഹെൻസീവ് എക്സാമിനേഷൻ, അതുപോലെ മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ഹൈ കോംപ്ലക്സിറ്റിയിലുള്ളതായിരിക്കും ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഡിഫറെൻറ്റ് 99281 മുതൽ 99285 വരെയുള്ള നമ്മുടെ END കോഡ്സിൻ്റെ CPT കോഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് CPT കോഡ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് CPT കോഡ്സിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഏതൊക്കെ സിറ്റുവേഷൻസിൽ നമുക്ക് എമർജൻസി സർവീസ് കോഡ്സും കൊടുക്കാം, അതുപോലെ തന്നെ ഏതൊക്കെ സിറ്റുവേഷൻസിൽ നമ്മളത് മാറ്റിയിട്ട് ഇനീഷ്യൽ ഹോസ്പിറ്റൽ കെയർ എന്നുള്ള കോഡ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അതുപോലെ തന്നെ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാവുന്നതാണ്. സോ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട്. കീപ് വാച്ചിങ്. താങ്ക് യു.